ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്ട്രോബെറി ഫ്യൂഷൻ. ഇന്ന് ഞാൻ വന്നത് രണ്ട് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചട്നിയുമായിട്ടാണ്. നമ്മൾ ദോശൻ്റെയും ഇഡ്ഡലിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചട്നി. ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. ആദ്യം നമുക്ക് റെഡ് ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു ഉണക്കമുളക്, വറ്റൽ മുളക്, പിന്നെ ഒരു ചെറിയ ഉള്ളി, 2-3 കറിവേപ്പില, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്. ഇവയെല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഇതിനെ അരച്ചെടുക്കാം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടിട്ടില്ലേ? ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് കുറച്ച് അത്യാവശ്യം തിക്കാണ്. നിങ്ങൾക്ക് ലൂസിലാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് അരച്ചാൽ മതി. ഇനി നമുക്കിതിനൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്കിത് ഇതേപോലെ തന്നെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിൽ കറിവേപ്പില, കടുക്, വറ്റൽമുളക് ഇട്ടിട്ട് അതൊന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമുള്ള കാര്യമല്ല, ഇങ്ങനെ ചെയ്താൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ റെഡ് ചട്നിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ എടുത്ത പോലെ തന്നെ 1/2 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, 1 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 3 തണ്ട് മല്ലിച്ചപ്പ്, ഒരു പുതിനയില, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചട്നിക്ക് വേണ്ട ചേരുവകൾ. ഇവയെല്ലാം നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. കൂടെ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. വെള്ളം കൂടുതൽ ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് എണ്ണയിൽ കുറച്ച് കടുകും കറിവേപ്പിലൊക്കെ ചേർത്ത് ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ 2 ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശൻ്റെയും ഇഡ്ഡലിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. താങ്ക് യു. ബൈ.